Hello guys, welcome to Interval Classes. It's me, Adil sir. എടാ മക്കളെ, നമ്മൾ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമാനിസം മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. ഏതാ ടോപ്പിക്ക്? റിനൈസൻസ് ആൻഡ് സയൻസ് അല്ലേ. നമ്മൾ ഹ്യൂമാനിസത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ എന്താണ് ആർട്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഹിസ്റ്റോഗ്രഫിയിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇത് നമ്മുടെ റിനൈസൻസ് കാലഘട്ടം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു റിനൈസൻസിൽ നമ്മുടെ സയൻസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശാസ്ത്രരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് സംസാരിക്കാൻ പോവാണ് മക്കൾ. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് റിനൈസൻസ് ആൻഡ് സയൻസ്? ചോദ്യം ഇങ്ങനെയായിരിക്കും: നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സയൻസ് ഫീൽഡ് ഡ്യൂറിങ് റിനൈസൻസ് പീരീഡ്? ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് നോക്കാം. ആദ്യകാലങ്ങളിൽ നമ്മൾ എന്താണ് ഭൂമിയാണ് സെൻട്രൽ ആണെന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ അല്ലേ. ഭൂമിയാണ് സെൻട്രൽ, ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യാണ് നമ്മുടെ ഭൂമിയെ വലയം വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളായിരുന്നു ആര്? ടോളമി. ആരായിരുന്നു? ടോളമി. അതായത് ജിയോസെൻട്രിക് മോഡൽ, അതായത് നമ്മുടെ ഭൂമി എർത്താണ് സെൻട്രൽ ആരാണ്? എർത്താണ് സെൻട്രൽ. ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ് ഈ എർത്തിന് എങ്ങനെ എന്ത് ചെയ്യാണ് റിവോൾവ് ചെയ്യാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു വിശ്വാസമായിരുന്നു ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെയൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അല്ലേ. ആ ഒരു സമയത്താണ് ആര് വരുന്നത്? നമ്മുടെ കോപ്പർനിക്കസ് വരുന്നത് അല്ലേ. ഈ കോപ്പർനിക്കസ് എന്ത് ചെയ്യാണ് ഹീലിയോസെൻട്രിക്, അതായത് ഭൂമിയല്ല നടുവിൽ, സെൻട്രൽ ആരാണ്? ഭൂമിയല്ല, ആരാണ്? സൂര്യനാണ് സെൻട്രൽ എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായിട്ട് ആര് വരികയാണ്? കോപ്പർനിക്കസ് വരികയാണ് അല്ലേ. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് ഭൂമിയാണ് നടുവിൽ അല്ലേ. സെൻട്രൽ ആരാണ്? ഭൂമി. ഇതാരാണ് അവതരിപ്പിച്ചത്? ടോളമി. ഭൂമിയാണ് നടുവിൽ എന്ന് പറഞ്ഞാലാണ് ടോളമി. ഓക്കെ. സൂര്യനാണ് നടുവിൽ അല്ലേ. സെൻട്രൽ ആരാണ്? സണ്ണ്, സൂര്യൻ. ഇത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കോപ്പർനിക്കസ്. ആരാണ്? കോപ്പർനിക്കസ്. ഇത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക മക്കൾ, ശ്രദ്ധിക്കുക. ഭൂമി, ഈ ഒരു പ്രൊനൗൺസിയേഷൻ നോക്ക് നിങ്ങൾ. ഭൂമി, ടോളമി, ഭൂമി, ടോളമി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ മക്കളെ, സെൻട്രൽ ഭൂമിയാണെന്ന് പറഞ്ഞത് ആരാണ്? ടോളമി. ഭൂമി, ടോളമി. അടുത്ത നോക്കി, സൂര്യൻ അല്ലെ. സൂര്യൻ, കോപ്പർനിക്കസ് സൂര്യൻ. സണ്ണാണെന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ്. അപ്പൊ മാറിപ്പോവോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. സെൻട്രൽ എർത്ത്, ഭൂമിയാണ് സെൻട്രൽ എന്ന് പറഞ്ഞത് ആരാണ്? ടോളമി. ഭൂമിയാണ് സെൻട്രൽ എന്ന് പറഞ്ഞ ആരാണ്? ടോളമി. അതുപോലെ സൂര്യനാണ് സെൻട്രൽ എന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഈ കോപ്പർനിക്കസ് ഈ ഒരു സംഗതി കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും അത് അംഗീകരിച്ചോ? തുടക്കത്തിൽ തന്നെ ഇല്ല. അതിനെന്ത് ചെയ്യാണ്, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സയന്റിസ്റ്റുകളാണ് ആര്? നമ്മുടെ ഗലീലിയോ ഗലീലി, അതുപോലെ ആരാണ്? ജോഹന്നാസ് കെപ്ലർ അല്ലെ. നമുക്കറിയാം ഗലീലിയോ ഗലീലിയാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ടെലിസ്കോപ്പ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെ. ഒരുപാട് ഗ്രഹങ്ങളും അവരുടെ ഉപഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഗലീലിയോ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. പിന്നെയോ ജോഹന്നാസ് കെപ്ലർ എന്താ പറഞ്ഞ അറിയോ? കെപ്ലർ പറഞ്ഞത് സണ്ണിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച്, അതായത് സൂര്യനാണ് സെൻട്രൽ, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങാണെന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ എന്താണ് ഈ സണ്ണിൽ നിന്നുള്ള ദൂരം, ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവരുടെ ഈ പ്ലാനറ്റ്സിന്റെ സഞ്ചാര വേഗതയിൽ, അതിൻ്റെ ആ ഒരു വെലോസിറ്റിയിൽ എന്ത് വരും? മാറ്റങ്ങൾ വരും. ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച്, സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ സഞ്ചാര വേഗതയിൽ എന്ത് വരും? വ്യത്യാസം വരും എന്നുള്ള ആ ഒരു തിയറി ആരാണ് കൊണ്ടുവന്നത്? ജോഹന്നാസ് കെപ്ലർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് കണ്ടെത്തി. ജോഹന്നാസ് കെപ്ലർ എന്ത് ചെയ്തു? സൂര്യനിൽ നിന്നുള്ള അകലം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സിന്റെ, റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സിന്റെ വെലോസിറ്റി, അതിൻ്റെ ഒരു സഞ്ചാര വേഗതയിൽ മാറ്റം വരുന്നു പറഞ്ഞു അല്ലെ. ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോപ്പർനിക്കസിന്റെ സൂര്യനാണ് നടുവിൽ എന്നുള്ള ആ ഒരു തിയറിക്ക് എന്ത് ചെയ്യാണ് കൂടുതൽ സ്വീകാര്യത കിട്ടാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഈ ജോഹന്നാസ് കെപ്ലർ
ഈ ഒരു തിയറി കൊണ്ടുവന്ന സമയത്ത് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറി എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മാറാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ 3 സയന്റിസ്റ്റുകളുടെ പേര് ഇവിടെ പറഞ്ഞു. ആരൊക്കെയാണ്? ഒന്ന് ഗലീലിയോ ഗലീലി, രണ്ടാമത്തെ ആരായിരുന്നു? ജോഹന്നാസ് കെപ്ലർ, മൂന്നാമത്തെ ആളായിരുന്നു? അത് ഐസക് ന്യൂട്ടൺ അല്ലെ. ഇവരെ കണ്ടുപിടുത്തങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഗലീലിയോ എന്താണ് കണ്ടെത്തിയത്? നമ്മുടെ ടെലസ്കോപ്പ് കണ്ടെത്തി. നമ്മുടെ ജോഹന്നാസ് കെപ്ലർ എന്താ പറഞ്ഞത്? അതായത് സൂര്യനിൽ നിന്നുള്ള അകലം മാറുന്നതിനനുസരിച്ച് പ്ലാനറ്റ്സിന്റെ സഞ്ചാര വേഗതയിൽ എന്ത് വരുന്നു, മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഐസക് ന്യൂട്ടൺ എന്ത് കണ്ടെത്തി? ഗ്രാവിറ്റേഷന് കണ്ടെത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, സയൻസ് ഫീൽഡിൽ നമുക്ക് 2 മേഖലയിലാണ് പ്രധാനമായിട്ടും റിനൈസൻസ് കാലഘട്ടത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അല്ലെ. ഒന്ന് നമ്മുടെ ജ്യോതിശാസ്ത്രം, നമ്മളെ ആസ്ട്രോളജിയിലാണ് അല്ലെ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇതാ. ഓക്കെ, ഈ ഒരു 4 നമ്മുടെ ടോളമി, കൊപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ, ഐസക് ന്യൂട്ടൺ, ഇവർ ജ്യോതിശാസ്ത്ര രംഗത്ത് എന്ത് ചെയ്തു? വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലേ. അതുപോലെ നമ്മുടെ എന്താണ് ജീവശാസ്ത്രം, നമ്മുടെ ബയോളജിയിൽ 2 ശാസ്ത്രജ്ഞന്മാർ, അതായത് ബയോളജിയിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള 2 ആളുകളാണ്. ഒന്ന് നമ്മുടെ പാരസെൽസസ്, മറ്റേത് ആൻഡ്രിയസ് വെസാലിയസ്. ഓക്കെ ആണല്ലോ മക്കളെ. പാരസെൽസസ് എന്താ പറഞ്ഞറിയോ? അതായത് എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്, രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ, കോസ് ഓഫ് ദ ഡിസീസസ്, രോഗങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, ഈ ഉണ്ടാവുന്ന രോഗങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം മാറ്റാം, അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം അല്ലെ, റെമഡീസ്. അപ്പൊ പാരസെൽസ് എന്താ പറഞ്ഞത്? കോസ് ഓഫ് ദ ഡിസീസ്, റെമഡീസ്. ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തിയ ആളാണ് ആര്? പാരസെൽസസ് അല്ലെ. രണ്ടാമത്തെ ആളാരാണ്? ആൻഡ്രിയസ് വെസാലിയസ്. അദ്ദേഹം എന്താ ചെയ്ത അറിയോ? മനുഷ്യ ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പഠനങ്ങൾ നടത്തി. നമ്മൾ എന്ത് ചെയ്തു? ഹ്യൂമൻ ബോഡി ഡിസെക്ട് ചെയ്തുകൊണ്ട് പഠനങ്ങൾ നടത്തി. ആൻഡ്രിയസ് വെസാലിയസ് എന്ത് ചെയ്തു? ഡിസെക്ഷൻ ഓഫ് ദ കഡാവേഴ്സ്. കഡാവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് ബോഡി, മനുഷ്യ ശരീരങ്ങളാണ് അല്ലെ. അപ്പൊ നോക്കാം മക്കള്, ഇത് മാറിപ്പോകരുത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു കോഡ് അപ്ലൈ ചെയ്യാം. നോക്കൂ, ഡിസീസ് അല്ലെ, അതായത് അസുഖങ്ങൾക്കുള്ള കാരണവും അതിന്റെ റെമഡീസും. മക്കളെ, അസുഖം വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ഗുളികയാണ് ഇത്, പാരസെറ്റമോൾ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്തൂടെ? പാരസെറ്റമോൾ വെച്ചിട്ട് കണക്ട് ചെയ്യുക അല്ലെ. പാരസെൽസസ് എന്ത് കണ്ടെത്തി? കോസ് ഓഫ് ദ ഡിസീസിനെ കുറിച്ചും അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഗവേഷണങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പൊ പാരസെൽസസ് എന്ത് ചെയ്തു? അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. ആൻഡ്രിയസ് വെസാലിയസ് അല്ലെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് വെസൽസ്, ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എപ്പോഴാണ് കാണുക? മനുഷ്യ ശരീരം ഡിസെക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം കഡാവേഴ്സിനെ ഡിസെക്ട് ചെയ്തുകൊണ്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആര്? ആൻഡ്രിയസ് വെസാലിയസ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, അതായത് റിനൈസൻസ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരും, നവോത്ഥാന കാലഘട്ടത്തിൽ. ചോദ്യം ഇങ്ങനെയായിരിക്കും: നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നായിരിക്കും ചോദ്യം അല്ലെ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സയൻസ് ഫീൽഡ് ഡ്യൂറിങ് റിനൈസൻസ് പീരീഡ് അല്ലെ. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട കാര്യം എന്താ? ആദ്യം നമ്മൾ ആലോചിക്കണം ജിയോസെൻട്രിക്, അതായത് ഭൂമിയാണ് നടുവിലെന്ന് ഒരാൾ പറഞ്ഞു. ആരാ ഭൂമിയാണ് നടുവിലെന്ന് പറഞ്ഞത്? അത് ടോളമി. ഭൂമിയാണ് നടുവില്, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഭൂമിയെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ വലയം വെക്കുകയാണെന്ന് പറഞ്ഞു ടോളമി അല്ലെ. അത് കഴിഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരാൾ വരികയാണ്. ആര്? കോപ്പർനിക്കസ് അല്ലെ. സൂര്യൻ, സണ്ണ്. കോപ്പർനിക്കസ് പറഞ്ഞത് സൂര്യനാണ് നടുവിലെന്ന് പറഞ്ഞു. ഓക്കെ, ഈ കോപ്പർനിക്കസിന്റെ ഈ ഒരു വാദം ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള 2 ആളുകളായിരുന്നു ആര്? നമ്മുടെ ഗലീലിയോ ഗലീലി അല്ലെ. അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ടെലിസ്കോപ്പ്. രണ്ടാമത്തെ ഒരാളായിരുന്നു ആര്? നമ്മുടെ ജോഹന്നാസ് കെപ്ലർ. എന്താ കണ്ടെത്തിയത്? അതായത് സൂര്യനിൽ നിന്നുള്ള അകലം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സിന്റെ വെലോസിറ്റിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സഞ്ചാര വേഗതയിൽ എന്ത് വരുന്നു? മാറ്റങ്ങൾ, ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ആരുണ്ട്? ഗ്രാവിറ്റേഷണൽ തിയറി കണ്ടെത്തിയ ഐസക് ന്യൂട്ടൺ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ നമ്മൾ ബയോളജിയിലെ 2 ആളുകൾ, ഒന്ന് പാരസെൽസസ്. എപ്പോഴാണ് നമ്മൾ പാരസെറ്റമോൾ കഴിക്കുക? അസുഖങ്ങൾ വരുമ്പോൾ അല്ലേ. അപ്പം കോസ് ഓഫ് ദ ഡിസീസും അതിന്റെ റെമഡീസിനെ കുറിച്ചും പഠിച്ച ആളാണ് ആര്? പാരസെൽസസ്. ഓക്കെ, അടുത്ത ആളാണ് ആൻഡ്രിയസ് വെസാലിയസ് അല്ലെ. മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, വെസാലിയസ്. അപ്പൊ അതൊക്കെ കാണാൻ എപ്പോഴാണ്? മനുഷ്യ ശരീരം കീറിയിട്ട് ഡിസെക്ട് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക? നിരത്തിയിട്ട് നിങ്ങളെ വാക്കുകളിൽ എന്ത് ചെയ്യുക? ഇതൊരു പാരഗ്രാഫ് ആക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. അപ്പൊ എന്ത് ചെയ്യും? ഫുൾ മാർക്ക് ഇതിന് കിട്ടും. വേറൊരു രീതിയിൽ ചിലപ്പോൾ
ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടോളമി എന്ന് കൊടുക്കും, പിന്നെ ഒരു സൈഡ് ടോളമി, ഗലീലിയോ, പിന്നെന്താണ് ഐസക് ന്യൂട്ടൺ, പാരസെൽസസ് എന്നൊക്കെ കൊടുക്കും. എന്നിട്ട് ഈ സൈഡിൽ എന്ത് കൊടുക്കും, ജിയോസെൻട്രിക്, ടെലിസ്കോപ്പ്, ഗ്രാവിറ്റേഷൻ, ഡിസെക്ഷൻ ഓഫ് കഡാവേഴ്സ് എന്നൊക്കെ കൊടുക്കും. എന്നിട്ട് അത് തെറ്റായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് നമ്മളോട് പറയുന്നത് അത് മാച്ച് ദ ഫോളോയിങ് അല്ലേ, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാച്ച് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടുന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യന് വരിക. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം ആദ്യത്തെ 4-5 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ല മക്കളെ? അപ്പോൾ ഇത്ര നേരം നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഡൗട്ട് ഇടുക. നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റിപ്ലൈ എന്ത് ചെയ്യും, തന്നിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ചാനൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാ മക്കൾക്കും നന്ദി. താങ്ക് യു.